വിളിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. ഏട്ടൻ മാലയിട്ട് മുരുകമലയ്ക്ക് പോകുന്ന എന്റെ സ്വപ്നത്തെ പോലും ഞാൻ കരുതിയിട്ടില്ല. നീ സ്വപ്നത്തിൽ കണ്ടിട്ടില്ലായിരിക്കും, പക്ഷേ അവള് സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. നന്ദിനി. അവളെ നിർബന്ധിച്ചിട്ടുണ്ടാവും, ഞാനതിൽ തർക്കിക്കുന്നില്ല. എന്നാലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഏട്ടൻ ഒഴിഞ്ഞു നിൽക്കാറല്ലേ പതിവ്? അവള് വിടണ്ടേ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവന്റെ മനസ്സിളക്കി കാണും. ഒരു കാര്യം ഉറപ്പാണ് വേദേ, സൂര്യ സമ്പൂർണമായും അവളുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. അത് പക്ഷേ പേടിപ്പിച്ചിട്ട് അളിയനെ പരിധിയിലാക്കിയതായിരിക്കില്ല. പിന്നെ നല്ല സ്നേഹമുള്ള ഭാര്യയ്ക്ക് ഭർത്താവിനെ അനുസരിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഒട്ടും സ്നേഹമില്ലാത്ത ചില ഭാര്യമാരും ഭർത്താവിനെ അനുസരിപ്പിക്കാറുണ്ട്. വിജയ് എന്തുദ്ദേശിച്ചില്ല അങ്ങനെ പറഞ്ഞത്? കൊല്ലുവോ? എന്നെയല്ലേ മനസ്സിൽ ഉദ്ദേശിച്ചത്? അങ്ങനെ ആര് പറഞ്ഞു? എനിക്കറിയാം, അത് തന്നെയാ പറഞ്ഞത്. അയ്യോ ഇന്ദ്രജ, അതല്ല, അങ്ങനെയല്ല. അതെ അതെ അതെ, ഏട്ട മാലയിട്ട കാര്യമായി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ലല്ലോ. അവൻ കൂടി മാലയിട്ട സ്ഥിതിക്ക് ഒരു കാര്യം ഉറപ്പാ, ഇനി കുറച്ചു ദിവസം ഇവിടെ ആ സ്വാമിമാരുടെ മേളമായിരിക്കും. മിക്കവാറും അവൻ വ്രതം എടുക്കുന്നത് പോലെ നമ്മളെയൊക്കെ ഏതെങ്കിലും രീതിയിൽ വ്രതം എടുപ്പിക്കും അവൻ. ഏട്ടന് മുരുകമലയ്ക്ക് പോണെങ്കിൽ ഏട്ടനും പോവാം, അല്ലാതെ വ്രതം എടുക്കാനൊന്നും നമ്മളെ കിട്ടില്ല. ഇനിയിപ്പൊ ഏട്ടനോ അവളോ അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ട അത് നമ്മൾ നിഷേധിച്ചിരിക്കും. ഞാൻ അതിന്റെ കൂടെ ഉണ്ട്. ഉള്ള കാര്യം പറയാലോ, ഈ ഇറച്ചി മീനൊക്കെ ഒഴിവാക്കിയിട്ട് എവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അതല്ലേ ഞാൻ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടാത്തത്. വ്രതത്തിന്റെ കാര്യങ്ങൾ പറയാനും ഉപദേശിക്കാനും അവളായിരിക്കും നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. അവളാണല്ലോ പരമഭക്ത. അങ്ങനെ വരട്ടെ, അപ്പൊ കാണിച്ചു കൊടുക്കാം. എന്താ ഒരു ചർച്ച? മമ്മി, എന്തൊക്കെയാ മമ്മി ഇവിടെ നടക്കുന്നേ? ആ രാജ് മുരുകമലയ്ക്ക് പോകുന്ന കാര്യം മമ്മിയോട് പറഞ്ഞോ? അനുവാദം ചോദിച്ചോ? അയാൾ ഇവിടുത്തെ വെറും വേലക്കാരനല്ലേ? ആരോട് പറയാതെ ഒരു ദിവസം പോയി മാലയിടുക, എന്നിട്ട് ആവശ്യമില്ലാത്ത ശരണം വിളിയും ബഹളവും. അതിനു പുറകെ ഇതായിപ്പോ ഏട്ടനും. സൂര്യ അറുമുഖൻ സ്വാമിയെ കാണാൻ പോവാൻ തീരുമാനിച്ചത് നന്ദിനി പറഞ്ഞിട്ട് തന്നെയാ മമ്മി. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ ആന്റി? ഞങ്ങൾ ഈ ചടങ്ങുകളിലൊന്നും സഹകരിക്കില്ല. ഇതിന്റെ പേരിൽ കുടുംബത്തിൽ എന്തെങ്കിലും വ്രതങ്ങൾ കെട്ടിയേൽപ്പിച്ചാൽ അത് പാലിക്കാനൊന്നും ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളിവിടെ ഇറച്ചി മീനൊക്കെ കഴിക്കും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നടക്കും. ഇനിയിപ്പൊ സ്വാമിമാർക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ അവര് പുറത്തെവിടെയെങ്കിലും പോട്ടെ. നോക്ക്, ഒരു കാര്യം ഞാൻ പറയാം. സൂര്യ മലയ്ക്ക് പോകുന്നത് അവളുടെ നിർബന്ധത്തിനാണോ അല്ലയോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. പക്ഷെ മാല ഇട്ടിരിക്കുന്നത് സൂര്യ. അവൻ മലയ്ക്ക് പോവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും അവനൊരു ചടങ്ങ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പാലിച്ചേ പറ്റൂ. മമ്മി, ഈ കാര്യത്തിൽ ആരും എന്നോട് തർക്കിക്കല്ലേ. ചിട്ടകളും മര്യാദകളും മറ്റും ഏതൊരു കുടുംബം പാലിക്കുന്നത് പോലെ നമ്മളും പാലിക്കണം. അത് നിങ്ങൾക്കറിയാം. അവനെ ഒരിക്കലും ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല, എനിക്കതിനാവേയില്ല. മാലയിട്ട് മല ചവിട്ടുന്നതിൻ്റെ പേരിൽ അവന് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടുവാണെങ്കിൽ അത് ഈശ്വരനായിട്ട് കൊടുക്കട്ടെ.
ആൻറ്റിയും ആ സൈഡായി. എന്താ എന്താ സർ? ഞാൻ കുളിക്കാൻ പോയിരുന്നു. താനിപ്പോ വരുന്ന ഞാൻ കരുതിയില്ല. അതിനെന്താ, സാറ് കുളിച്ചോ? ഓക്കെ നന്ദി. എന്തുപറ്റി സർ? സർ എന്താ? ഇവിടുത്തെ ഹീറ്റർ ഞാൻ ഓൺ ചെയ്താണല്ലോ. ഇതാരാ ഓഫ് ചെയ്തേ? അതാണോ? അത് ഞാനോ ഓഫ് ചെയ്തേ? എനിക്ക് ചൂടുവെള്ളം വേണമെന്ന് അറിഞ്ഞൂടെ നന്ദിനി? ഈ സ്വാമിമാരെ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പാടില്ല. ഇത് എവിടുത്തെ നിയമമാ? അതെ, മുരുകമലയ്ക്ക് പോകുന്നത് ആചാരങ്ങളൊക്കെ പാലിച്ചിട്ടാണെങ്കിൽ പച്ചവെള്ളത്തിലേ കുളിക്കാൻ പാടുള്ളൂ. ഓ, അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തേ. ആ, ഇനിയിപ്പോ സാറിന് നിർബന്ധമാണെങ്കിൽ ഞാൻ ഓൺ ചെയ്യാം. പക്ഷേ സാധാരണ കുറച്ച് മനക്കെട്ടിയുള്ളവർക്കൊക്കെ ഇത് നിസ്സാരാ. ആ, എന്തായാലും വേണ്ട, സാറിന് ഞാൻ ഓൺ ചെയ്തു തരാം. വേണ്ട 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 വേണ്ട, എനിക്ക് നല്ല മനക്കെട്ടിയാ. അല്ല, ഒരു നേരം പച്ചവെള്ളത്തിൽ കുളിച്ചപ്പോ എന്താ? എന്താ? അത് ഇപ്പൊ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചോളാം. കേട്ടാ? എന്നോടാ വെല്ലുവിളിക്കാൻ വന്നിരിക്കുന്നത്. എന്താ സർ? ഒന്നുമില്ല. മനക്കെട്ടി കുറച്ച് കൂടി പോയോ? കളിയാക്കല്ലേ? എന്തു ചിലപ്പോ സ്വാമിമാരൊക്കെ സമ്മതിക്കണം.